നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണല്ലോ. അപ്പോൾ ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം, ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം ഇപ്പം 5-ാം ഭാവത്തിൽ ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത്. അത് സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രനോട് യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ നല്ല ദൈവാധീനമുള്ളൊരു മാസമാണ്. മാനസികമായിട്ട് നല്ല സന്തോഷമുണ്ടാകുന്ന ഒരു മാസമാണ്. മറ്റുള്ളവർക്കൊക്കെ ഉപകാരം ചെയ്യാനും ഉപദേശം ചെയ്ത് കൊടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ്. മാനസികമായിട്ട് വളരെ സന്തോഷം ഉണ്ടാകും. അതേപോലെ തന്നെ കർമാധിപത്യം വഹിച്ചഞ്ചിൽ നിൽക്കുന്നവരും മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട്. തൊഴിലെടുക്കുന്നവർക്ക് തൊഴിൽ മേഖലയിൽ കുറച്ചുകൂടി റിലാക്സ് ഉണ്ടാകുന്ന ഒരു മാസമാണ്. സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. കാരണം 2-ാം ഭാവത്തിൽ ഭാഗ്യാധിപതി ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. ശത്രു സ്ഥാനാധിപതി 3-ലാണ് നിൽക്കുന്നത്. സഹോദര സ്ഥാനത്തും ഉള്ള വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ളവരുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ കാര്യത്തിലൊക്കെ കുറച്ചൊരു ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എന്തെങ്കിലും ഓഫീസിൽ നിന്നുള്ള രേഖകളൊക്കെ കിട്ടാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ച് കാലതാമസം 1-2-3 പ്രാവശ്യമൊക്കെ പോയി മെനക്കെടേണ്ടി വരാനുള്ള സാധ്യതയാണ്. 10 രൂപ കൈ കിട്ടി 20 രൂപ ചിലവ് വരും. കാൽപാദത്തിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗ്യാസ്ട്രിക് പോലുള്ള രോഗങ്ങൾ, ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ കഴുത്ത് വേദന, സഹായികൾ ശത്രുക്കളാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ദോഷമുണ്ടെങ്കിൽ പോലും 4-ാം ഭാവത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ടാണ് നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ നിൽക്കുന്നത്. അത് കാരണം കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ശുഭകർത്തരി യോഗം ചെയ്തിട്ടാണ് 4-ാം ഭാവം നിൽക്കുന്നത്. ശുഭമധ്യസ്ഥിതിയുണ്ട്. അപ്പോൾ കുടുംബത്തിൽ വേണ്ട എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടാകും. അതേപോലെ കുടുംബക്കാരും സ്വന്തക്കാരുമായിട്ട് നല്ല ബന്ധത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിവർത്തി സ്ഥാനം 7-ാം ഭാവാധിപതി ബലവാനായി നിൽക്കുന്നതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കാൻ യോഗമുള്ള സമയമാണ്. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗം. അതേപോലെ തന്നെ കൃത്യമായിട്ടും നേതൃത്വപരമായിട്ടും സംസാരിക്കാനും സംസാരം കൊണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ്. അതും വളരെ അനുകൂലം തന്നെയാണ്. ഇപ്പോൾ സാമ്പത്തിക നേട്ടമുണ്ടാകും. സഹായികൾ പക്ഷേ അകന്നു പോകാൻ ഇടവരും. ശത്രുക്കളാകാൻ സാധ്യതയുണ്ട്. ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന കുറച്ച് ദുരിതം കാണുന്നുണ്ട്. കാരണം ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു 6-ാം ഭാവത്തിലാണ്. വാതകാധിപതി 4-ലാണെങ്കിലും ഭദ്രായോഗം ചെയ്താണ് നിൽക്കുന്നത്. അവിടെ സേനാനായകത്വം എന്നൊക്കെ പറയുന്ന രീതിയിൽ മറ്റുള്ളവരെ നിയന്ത്രിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ശത്രുദോഷ പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്കം കഴിപ്പിക്കുക. പിന്നെ അനാവശ്യമായിട്ട് ചിലവ്, ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ, ഗ്യാസ്ട്രിക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ രാഹുപൂജ, കേതുപൂജ മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ നേർന്ന്. അതുപോലെ ലഗ്നത്തിൽ ശനിയാണ്. അപ്പോൾ അലസപ്രേഷൻ നിര്യാണകാരകനായിരിക്കുന്ന ശനി ലഗ്നത്തിൽ ഇരിക്കുന്ന നിരാശ, അലസത, ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി എല്ലാം സ്പീഡപ്പായിട്ട് ചെയ്യുക. ഈ പറഞ്ഞ ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.